എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട്. കൊച്ചി നഗരസഭയുടെ ഭരണം കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ച് UDFന് അത് പിടിക്കാൻ കഴിഞ്ഞതിൽ ചുക്കാൻ പിടിക്കാൻ ഞാനും കൂടി ഉണ്ടായിരുന്നു. ഞാനും അതിനൊപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് മേയർ പദവി കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊക്കെ അതൊരു പ്രസക്തമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കിട്ടണമെന്ന് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് തരുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ പാർട്ടി പ്രോസസ്സ് നടത്തിയതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകമായി ഒന്നും പറയാനില്ല. അല്ല, അത് അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. അല്ല, കൊച്ചിയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF നേതൃത്വമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം ഒരു പവർ ഗ്രൂപ്പ് ആണെന്നാണല്ലോ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നത്. UDF ഇത്രയും 46 സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി പോലും വലിയ ഷോക്കാണ് CPMന്റെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അവർക്ക്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. വന്നില്ല എന്ന് പറയുന്ന ഒപ്പം തന്നെ അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളാണ്. ഈ കണക്കടക്കം പുറത്തേക്ക് വന്നത് ഏത് വഴിയാണെന്ന് വളരെ കണക്ക് എനിക്കറിയില്ല. കാരണം കണക്ക് ഞാൻ കണ്ടിട്ടില്ല, എന്നെ കാണിച്ചിട്ടില്ല, കോർ കമ്മിറ്റിയും കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ ഒരു കണക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ക് പറഞ്ഞ ആളോട് അതൊന്ന് വിശദീകരിക്കാൻ പറയണം. അതായിരിക്കും നല്ലത്. പങ്കെടുക്കാത്ത യോഗത്തിൽ 2 ഗ്രൂപ്പ് നേതാക്കളെ വെച്ച് തീരുമാനമെടുത്തതിൽ തന്നെ ഗുരുതരമായ വീഴ്ച DCCക്ക് സംഭവിച്ചിട്ടില്ലേ? KPC സർക്കുലർ അനുസരിച്ച് വേണമായിരുന്നു ആ പ്രോസസ്സ് നടത്താൻ. അത് നടത്തിയില്ല. ആവർത്തിച്ച് KPCCയുടെ നോംസ് ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാഡം പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് DCC നേതൃത്വത്തിനെതിരല്ല. അത് ഓപ്പണായിട്ട് പറയാനൊരു പ്രശ്നമുണ്ടോ? അല്ല, KPCCയുടെ അല്ല, ഒരാളല്ലല്ലോ ഇത് ഒരു കോർ കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്നലെ അത് കോർ കമ്മിറ്റി വിളിച്ച് അതിന് മുൻപൊരു പ്രഖ്യാപനം, ഈ അഭിപ്രായ വോട്ടെടുപ്പ് തേടിയതിന് ശേഷം കോർ കമ്മിറ്റി വിളിക്കുകയും അതിലൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാവുകയും എന്നിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നോട് അറിയിച്ചിരുന്നത്. ഞാനും കോർ കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. അതെന്താണ് വിളിക്കാത്തതെന്നുള്ളത് അത് DC പ്രസിഡന്റ് തന്നെ പറയട്ടെ. എനിക്കറിയില്ല എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത്. അത് നേതാക്കന്മാരെ ഫോണിൽ വിളിച്ച് ചോദിക്കാനല്ല പറഞ്ഞിരുന്നത്. കോർ കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു കൂട്ടായി എടുത്ത ഒരു ധാരണ അതായിരുന്നു. മാറ്റി നിർത്തി വേറെ ആരെങ്കിലും കോർ കമ്മിറ്റി ചേർന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നതായിട്ട് അറിയില്ല. കോർ കമ്മിറ്റി അങ്ങനെ വിളിച്ചതായിട്ട് എനിക്കറിയില്ല. വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അടിസ്ഥാനമായി അവർ മുന്നോട്ട് വെക്കുന്നത്, DCC അടക്കം മുന്നോട്ട് വെക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ നടന്ന ആ കൗൺസിലർമാരുടെ അഭിപ്രായ സർവേയാണ്. അതിൽ വലിയ വീഴ്ച സംഭവിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് അതിൻ്റെ അകത്ത് അട്ടിമറി എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. KPCCയുടെ സർക്കുലർ പാലിക്കപ്പെടണം. ഇപ്പം തൃശ്ശൂർ ഇപ്പോൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നിലധികം ആളുകൾ വന്നാൽ, നഗരസഭകളിൽ ഒന്നിലധികം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാകാതെ വരുന്നെങ്കിൽ അത് KPCCക്ക് വിടണം എന്നുള്ളതായിരുന്നു KPC സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഒരു നിരീക്ഷകൻ വന്ന് അഭിപ്രായം എടുക്കണം എന്നതായിരുന്നു സർക്കുലറിൽ പറയുന്നത്. അത് ആ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതറിയാം. ഞാൻ അറിയിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അത് KPC പ്രസിഡന്റിനും ഒക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അദ്ദേഹം അറിയാതെ ഇവിടെ അങ്ങനെ ഒരു അദ്ദേഹത്തിന് അറിവുള്ളതാണ്. അങ്ങനെ ഒരു നിരീക്ഷകനെ വിട്ടിട്ടുമില്ല. ഇവിടെ നിന്ന് അങ്ങനെ ഒന്നിലധികം പേരുകൾ വന്നു എന്നുള്ള ഒരു കാര്യം KPCC അറിയിച്ചിട്ടുമില്ല. ഒറ്റ കാര്യം, ഈ ഇത്രയും വലിയൊരു വിജയത്തിനിടക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഇനി മാഡം എങ്ങനെ മുന്നോട്ട് പോകാനാണ്? അതല്ലെങ്കിൽ MPC ചെയർമാൻ സ്ഥാനം മാഡം ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ വെച്ച് നീട്ടിയാൽ അത് സ്വീകരിക്കുമോ? മാഡത്തിന്റെ തുടർ നിലപാട് എന്തായിരിക്കും? അല്ല, ഒന്നാമതായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രശ്നം പറയേണ്ടത്, പ്രശ്നമുണ്ടെന്ന് ഇപ്പം നിങ്ങൾ ചോദിച്ച പ്രകാരമാണെങ്കിൽ പ്രശ്നമുണ്ടെന്ന് പറയേണ്ടത് ഞാനല്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ 2 പേരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പേർക്കും എൻ്റെ പിന്തുണയുണ്ട്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് ഞാൻ നടത്തിയിട്ടില്ല ഇതുവരെ, ഞാൻ നടത്തുന്നുമില്ല. പാർട്ടി ഇനിയും എന്താണോ പറയുന്നത്, എനിക്കിപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാനത് ചെയ്യുകയാണ്. ഞാൻ KPC ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ എന്നെ ജയിപ്പിച്ച ജനങ്ങളുണ്ട്. എൻ്റെ ഡിവിഷൻ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനാണ് സ്റ്റേഡിയം ഡിവിഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഓരോ ബാർഗെയിനിങ്ങിനും
ഞാൻ പാർട്ടിയോട് മുമ്പിൽ പോവില്ല. ഒരാളുടെ മുമ്പിലും ഞാൻ എനിക്കിതിന് പകരം മറ്റെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് KPCC നേതൃത്വമാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. എന്തെങ്കിലും വീഴ്ചകൾ എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നും അത് ചെയ്ത അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഈ വീഴ്ചകൾ സംഭവിച്ചൊക്കെ KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് പരാതി പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം വന്നാൽ അത് എനിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, പരാതി എന്നുള്ളതല്ല, പരാതി എനിക്കില്ല. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായെന്നിരിക്കും. ആ വീഴ്ചകൾ തെറ്റ് തിരുത്തി പോകുന്നതാണ് എപ്പോഴും പ്രസ്ഥാനത്തിന് നല്ലത്. അങ്ങനെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നേണ്ടത് അത് ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്, അവരാണത് ചെയ്യേണ്ടത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യത്തിലും പരാതിയില്ല. എനിക്കിത് നിഷേധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ മറ്റു രണ്ടുപേരെ വച്ചതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അവരോടൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ KPCC നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്താതെ എനിക്ക് പാർലമെന്ററി പാർട്ടിയിൽ അംഗങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനോട് മാത്രം എനിക്ക് എതിർപ്പുണ്ട്. ആരിലേക്കാ വിരൽ ചൂണ്ടുന്നത്? ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിയിലെങ്കിലും, ഒരു വ്യക്തി അല്ലല്ലോ, ഒരു പ്രസ്ഥാനമല്ലേ, വലിയ കുറേ ആളുകളുണ്ടല്ലോ, ഒരു വ്യക്തി അല്ലല്ലോ ഉള്ളത്. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഈ പ്രോസസ്സിൽ പങ്കാളികളായത് എന്ന് വെച്ചാൽ അവരാലോചിക്കട്ടെ അതിനെക്കുറിച്ച്. ഗ്രൂപ്പ് സമവാക്യമാണ് വ്യക്തി പുറത്തുള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഗ്രൂപ്പിൻ്റെ വക്താവായി നിന്നുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എനിക്ക് പാർലമെൻ്ററി പാർട്ടിയിൽ ഇപ്പോഴുള്ള കൗൺസിലേഴ്സിൻ്റെ ബഹുഭൂരിപക്ഷ ആളുകളും എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരുടെ വലിയ പിന്തുണ എനിക്കുണ്ടായിരുന്നു. ആ പിന്തുണ അതിപ്പോൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രോസസ്സിൽ ഒരു മാറ്റം വന്നു എന്നതിൽ ഒഴിച്ചാൽ ഇപ്പോഴും അവരെല്ലാവരും ബഹുഭൂരിപക്ഷം കൗൺസിലേഴ്സും എന്നെ വിളിക്കുകയും എന്നോട് നിർദ്ദേശങ്ങൾ ചോദിക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ വളരെ സന്തോഷത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. വോട്ട് ചെയ്ത ആളുകൾക്ക് വലിയ നിരാശ ഉണ്ടാവില്ല, ഒരു മേയർ എന്ന രീതിയിൽ കണ്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. താങ്കൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളും അത്തരത്തിൽ വലിയ നിരാശ പ്രകടിപ്പിക്കുന്നു. ഇതൊന്നും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല. പാർട്ടി നേരിടാൻ പോകുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും. ആ തിരിച്ചുവരവിന് ഞാനും പങ്കാളിയായിരിക്കും. നേതൃത്വത്തിൽ തന്നെ ഞാനും ഇരുന്ന് പ്രവർത്തിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞത് UDFന്റെ തിരിച്ചുവരവാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കോൺഗ്രസ്സുകാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇതിനപ്പുറമായി കേരളം മുഴുവൻ UDF വിജയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ പ്രവർത്തനത്തിലായിരിക്കും. എന്നോട് അത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷനും പറഞ്ഞിട്ടില്ല, ടേമിൻ്റെ കാര്യവും ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു, ഞാൻ നേതൃത്വം കൊടുത്തു. അതിന് ഇല്ല, ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപ് മേയർ എന്നുള്ളൊരു പദവി വാഗ്ദാനം ചെയ്തിരുന്നോ? ചോദിച്ചത് തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ നേതൃത്വം കൊടുത്തു. മേയർ ആകണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു പ്രോസസ്സ് നടക്കേണ്ട രീതി ഉണ്ടായിരുന്നു. ആ രീതി നടന്നതിൽ KPCC സർക്കുലറിൽ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറമായി ഇതിനകത്ത് യാതൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറയും. ഇനി അത് എന്നോട് ചോദിക്കേണ്ട. ഞാൻ മേയർ ആകാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല. ഞാൻ വന്നത് സംവരണത്തിലൂടെ അല്ല. സംവരണ രാഷ്ട്രീയം വരുന്നതിനു മുൻപേ ഞാൻ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷമാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് 30% സംവരണമൊക്കെ വന്നത്. ഈ സംവരണം ഇല്ലാതിരുന്ന കാലത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച എനിക്ക് സംവരണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് വലിയൊരു പ്രയാസമോ പ്രശ്നമോ ഒന്നുമില്ല.